ന്യൂസ് 16 കേരള. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം നൽകി കുവൈത്ത് ഭരണകൂടം. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പ് കുവൈത്തിൽ എത്തി. ദില്ലിയിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ കുവൈത്ത് വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ കുവൈത്ത് ആഭ്യന്തരമന്ത്രി, വിദേശകാര്യമന്ത്രി തുടങ്ങിയ കുവൈത്ത് പ്രതിനിധികളും നേരിട്ടെത്തി സ്വീകരിച്ചു. വ്യാപാര, ഊർജ്ജ മേഖലകളിൽ ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള പങ്കാളിത്തം പോലെ തന്നെ മധ്യപൗരസ്ത്യ ദേശത്തെ സമാധാനം, സുരക്ഷ, സുസ്ഥിരത, സമൃദ്ധി എന്നിവ സ്ഥാപിക്കുന്നതിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് കുവൈത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഇന്ത്യയിൽ വെച്ച് നടത്തിയ പത്രപ്രസ്താവനയിൽ മോദി പറഞ്ഞു. കുവൈത്തും ഇന്ത്യയും തമ്മിലുള്ള പ്രത്യേക ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം കൂട്ടുന്നതിനും സന്ദർശനം സഹായിക്കുമെന്ന് മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ന് വൈകിട്ട് സബഹ് സാലേം സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വൈകിട്ട് 3:50 സബ അൽ സാൽമിലുള്ള ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള അൽ സലേം അൽ സബാഹ് ഇൻഡോർ സ്പോർട്സ് ഹാളിലാണ് നടക്കുക. 12:30 മുതൽ പ്രവേശനം അനുവദിക്കും. പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. തുടർന്ന് ഇന്ന് നടക്കുന്ന ഗൾഫ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ മുഖ്യാതിഥിയായും അദ്ദേഹം പങ്കെടുക്കും. നാളെ കാലത്ത് മുതൽ കുവൈത്ത് അമീർ, കിരീടാവകാശി മുതലായ ഭരണ നേതൃത്വത്തിലെ പ്രമുഖരുമായും മോദി കൂടിക്കാഴ്ച നടത്തും. 43 വർഷത്തിനു ശേഷം കുവൈത്തിലെത്തുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആവേശപൂർവ്വമാണ് കുവൈറ്റ് സമൂഹം സ്വീകരിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ ഇതുവരെ മോദി സന്ദർശിക്കാത്ത ഏക രാജ്യവുമാണ് കുവൈത്ത്. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക കുവൈത്തിലുടനീളമുള്ള റോഡുകളിൽ ഉയർന്നുപാറി. രാജ്യമെങ്ങും മോദിയുടെ ചിത്രങ്ങളും കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളും കൊണ്ട് മോദിയെ വരവേറ്റു. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.